സഹായകൻ പരിശുദ്ധാത്മാവേ, സഹായകൻ പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങുകദാസരിലായി ദൈവപിതാവിൻ വാഗ്ദാനമേ, ചൊരിയണമേ വന്നഭിഷേകം. ദൈവപിതാവിൻ വാഗ്ദാനമേ, ചൊരിയണമേ വന്നഭിഷേകം. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, ദാനവരങ്ങൾ നീ ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, ദാനവരങ്ങൾ നീ ദാസർക്കേകണമേ. ഭീരുത്വത്തിൻ ചങ്ങല മാറ്റി ധൈര്യം നൽകി നയിക്കണമേ. ഭീരുത്വത്തിൻ ചങ്ങല മാറ്റി ധൈര്യം നൽകി നയിക്കണമേ. ആകുല ചിന്തകളാകെയകറ്റി വിശ്വാസത്തിൻ വരമേകൂ. ആകുല ചിന്തകളാകെയകറ്റി വിശ്വാസത്തിൻ വരമേകൂ, വിശ്വാസത്തിൻ വരമേകൂ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, ദാനവരങ്ങൾ നീ ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, ദാനവരങ്ങൾ നീ ദാസർക്കേകണമേ. കല്ലായുള്ളൊരു ഹൃദയം മാറ്റി നിർമ്മല മാനസമേകണമേ. കല്ലായുള്ളൊരു ഹൃദയം മാറ്റി നിർമ്മല മാനസമേകണമേ. തിരുവചനം പാലിച്ചതിലെന്നും നിലനിൽക്കാനായി വരമേകൂ. തിരുവചനം പാലിച്ചതിലെന്നും നിലനിൽക്കാനായി വരമേകൂ, നിലനിൽക്കാനായി വരമേകൂ. സഹായകൻ പരിശുദ്ധാത്മാവേ, സഹായകൻ പരിശുദ്ധാത്മാവേ,
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നാം ചിന്തിക്കുന്നത് മുറുമുറുത്ത് വാങ്ങരുത് എന്നതിനെ കുറിച്ചാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം തിരുലിഖിതം. അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു, മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയില്ല. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കർത്താവായ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് ദൈവരാജ്യദൂതിന് വേണ്ടി നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഞാനും നിങ്ങളും വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനത്തെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ശക്തിയാണ് ഇവിടെ വ്യാപരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളൊരു ബസ്സിലിരുന്നായിരിക്കാം ഈ വചനം കേൾക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിൽ മുറിയിലിരുന്ന് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് കേൾക്കുകയാകാം. ഒരുപക്ഷെ കടുത്ത ജീവിത പ്രയാസത്തിന് നടുവിൽ കർത്താവായ യേശുവിൻ്റെ ആത്മാവിൻ്റെ ഒരു സ്പർശനത്തിന് വേണ്ടി ഈ ശുശ്രൂഷയിൽ നിങ്ങളിപ്പോൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാകാം. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ഒരു കുടുംബമായിട്ടാണെങ്കിലും ഒരു കൂട്ടായ്മയിലാണെങ്കിലും നിങ്ങളിപ്പോൾ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദാഹത്തോടെ യേശുവിനെ വിളിച്ചാൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇടിമിന്നൽ പോലെ നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് വ്യാപരിക്കും എന്നതിന് സംശയമില്ല. കഴിഞ്ഞ നാളുകളിൽ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ച് ധ്യാനം കൂടിയപ്പോൾ ഒരു വ്യക്തിക്കുണ്ടായ അനുഭവം ആ വ്യക്തി എഴുതി അറിയിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ടീന കെ ജോർജ്. ഞാൻ 2009 ഓഗസ്റ്റ് മാസത്തിലെ ധ്യാനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഞാൻ ധ്യാനത്തിന് വന്നത് വലിയ താല്പര്യത്തോടു കൂടിയൊന്നും ആയിരുന്നില്ല. പക്ഷേ വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് നന്നായി പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും എനിക്ക് കഴിഞ്ഞു. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം ആരാധനയുടെ സമയത്ത് അച്ഛൻ അനൗൺസ് ചെയ്തു, അലർജി രോഗമുള്ള ഒരാളുടെ അലർജി രോഗം കർത്താവ് എടുത്തു മാറ്റുന്നു. ഞാൻ ജനിച്ചിട്ട് 21 വർഷമായി. ഇന്ന് വരെയും ഇറച്ചിക്കറി ഞാൻ കൂട്ടിയിട്ടില്ല. അതുപോലെ സോപ്പും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം അത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കടുത്ത അലർജി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കല്യാണത്തിനോ വല്ല ആഘോഷങ്ങൾക്കോ ബന്ധുവീട്ടിൽ വിരുന്നിനൊക്കെ പോയാൽ അവർ എനിക്ക് വേണ്ടി സെപ്പറേറ്റായി കറി ഉണ്ടാക്കി തരുമായിരുന്നു. ഇറച്ചി കഴിച്ചാലോ അതിൻ്റെ മണമടിച്ചാൽ പോലും ശരീരം മുഴുവൻ ചൊറിച്ചിലും മേലാകെ നീര് വെച്ച് ഛർദിയും ചുമയും കൊണ്ട് ഞാൻ ശ്വാസം മുട്ടുന്നൊരവസ്ഥയായിരുന്നു. അതുപോലെ സോപ്പ് ഉപയോഗിച്ചാലും ഈ അലർജി എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞ സെക്കൻഡിൽ എൻ്റെ ശരീരമാകെ കോരി തരിക്കുന്നത് പോലെ ഒരനുഭവം ഉണ്ടായി. എന്നാലും എനിക്ക് അത്ര വലിയ വിശ്വാസം തോന്നിയില്ല. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാനിത് ആരോടും പറഞ്ഞില്ല. ഇറച്ചി കൊണ്ടുവന്നപ്പോൾ ആരും അറിയാതെ ഞാൻ അതെടുത്ത് കഴിച്ചു. ഒരു കുഴപ്പവും എനിക്കുണ്ടായില്ല. പിറ്റേ ദിവസം ഞാൻ അമ്മയോടും പപ്പയോടും എല്ലാവരോടും ഈ കാര്യം പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇറച്ചിക്കറി കൊണ്ടുവന്നു. ഞാൻ ധൈര്യമായിട്ട് അങ്ങോട്ട് കൂട്ടി. എനിക്ക് ഒരു പ്രശ്നവുമില്ല. എൻ്റെ കർത്താവ് 21 വർഷം ഞാൻ അനുഭവിച്ചിരുന്ന ഈ വലിയ രോഗദുരിതം എന്നിൽ നിന്ന് എടുത്തു മാറ്റി എന്നെ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ നേഴ്സിംഗിന് 4th ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടീന കെ ജോർജ് നേഴ്സിംഗിന് ബാംഗ്ലൂർ 4-ാം വർഷം പഠിക്കുന്ന ഈ വിദ്യാർത്ഥിനി 2009 ഓഗസ്റ്റ് മാസത്തിൽ അട്ടപ്പാടി താവളം സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ദൈവവചനം കേട്ടപ്പോൾ ആ ശരീരത്തിലേക്ക് ദൈവശക്തി വ്യാപരിച്ചതിൻ്റെ അനുഭവം നമ്മളോട് രേഖപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരാത്മീയ ശുശ്രൂഷയെ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്വർഗത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, 2 കരങ്ങളും തുറന്നു പിടിക്കാം. ഇതാ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ മണിക്കൂർ ദൈവരാജ്യത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കുന്ന മണിക്കൂറാണ്. പരിശുദ്ധാത്മാവ് ഒരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ വ്യാപരിക്കുന്ന നിമിഷമാണിത്. യെശയ്യാ പ്രവചനത്തിൽ 51-ാം അധ്യായം 15, 16 തിരുലിഖിതങ്ങൾ, തിരമാലകൾ അലറും വിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറഞ്ഞും എൻ്റെ വചനം ഞാൻ നിന്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു.
ഭയപ്പെടണ്ട, ഞാനാണ് കർത്താവ്. കരങ്ങൾ ഉയർത്തി ഈ ഉണർവിന്റെ അഭിഷേകത്തെ, ഈ അഗ്നി അഭിഷേകത്തെ ഉറക്കെ വിളിക്കട്ടെ. ഉണർവിൻ കൊടുങ്കാറ്റേ, കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. അഭിഷേകത്തിൻ കൈകൾ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, കൃപകൾ വ്യാപരിക്കട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ, ദുഃഖപീഠകൾ മാറട്ടെ, കുറ്റബോധം മാറട്ടെ, നിരാശ മാറട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 7-ാം വാക്യം, കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. ഉറക്കെ വിളിക്കുക, പരിശുദ്ധാത്മാവേ എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. അത്ഭുത അഭിഷേകം എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. ഇപ്പോൾ വ്യാപരിക്കട്ടെ, ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ശക്തി വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, സന്തോഷം നിറയട്ടെ, ആനന്ദം നിറയട്ടെ, ദൈവിക സമാധാനം നിറയട്ടെ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശു നാമത്തിന് ശക്തി നിറയട്ടെ, ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ സമൂഹത്തിൽ വചനം കേൾക്കുമ്പോൾ വചനത്തോട് മല്ലടിക്കുന്ന എല്ലാ തരത്തിലുള്ള ദുർപീഡകളും ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ദൈവവചനം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചു പോയിരിക്കുന്ന ഓരോരുത്തരിലേക്കും ആത്മാവിന്റെ ശക്തി, കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരിലെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ആരാധിച്ച് ദൈവാനുഭവം നിറഞ്ഞിട്ട് പിന്മാറ്റത്തിലേക്ക് പോയി, ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഇന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇന്ന് ദൈവത്തെ വിളിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോയതിന്റെ ഭാരം നിമിത്തം ബന്ധിക്കപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ചങ്ങലകൾ മുറിഞ്ഞ്, ചങ്ങല വഴിഞ്ഞ്, കോട്ടകൾ തകർന്ന് അത്ഭുതാഭിഷേകം കത്തി പടരട്ടെ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. ഇപ്പോൾ വ്യാപരിക്കുന്നു. എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. അത്ഭുതങ്ങൾ നടക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ, പിന്മാറ്റത്തിന് ആത്മാവ് വിട്ടുപോകട്ടെ, ഉണർവിന്റെ ആത്മാവ് കത്തി പടരട്ടെ. എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഓ വലിയ അഭിഷേകം, ഓ വലിയ വിടുതൽ, ഓ വലിയ സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നു. ഭാഷാവരമുള്ളവർ ഭാഷാവരങ്ങൾ സ്തുതിക്കുന്നു. സ്തുതിപ്പിന്റെ കൃപകൾ ലഭിച്ച കിട്ടിയ കൃപകൾ ഉപയോഗിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 10-ാം തിരുലിഖിതം, അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു, മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയില്ല. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത്
ഈ അടുത്ത കാലത്ത് അച്ഛൻ ശ്രദ്ധിച്ചിട്ടുള്ള വലിയൊരു ആത്മീയ തിന്മ, ദൈവത്തിൻ്റെ വഴികളിലൂടെ നാളുകൾ നടന്നതിന് ശേഷം ദൈവിക കാര്യങ്ങളെ നിന്ദിക്കുന്ന ഒരു പ്രകൃതം, പ്രാർത്ഥനയെയും ദൈവഭക്തിയെയും വിശുദ്ധ ജീവിതത്തെയും വിലയില്ലാതെ കാണുന്ന ഒരു അരൂപി ഇത് അനേകം ദൈവമക്കളെ പീഡിപ്പിക്കുകയാണ്. അച്ഛൻ ഏതാണ്ട് 2 ആഴ്ച മുമ്പ് ഒരു ഇടവകയിൽ ചെന്നപ്പോൾ അവിടെ ഒരു കുടുംബം എന്നെ കാണാൻ വേണ്ടി വന്നു. ആ കുടുംബം പറയുകയാണ്, ആ കുടുംബത്തിലെ ചെറുപ്പക്കാർ പറയുകയാണ്, അച്ഛാ, ഞങ്ങൾ സംഘടനയെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഞങ്ങൾ പള്ളിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കാർന്നോമാരുടെ കാലം തൊട്ടേ പള്ളിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്, ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഞായറാഴ്ച കുർബാനകൾക്ക് പോകുന്നുണ്ട്, ഞങ്ങൾ വേദപാഠം പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, ഇനിയും ധാരാളം ചെയ്യണം. നമ്മൾ എത്ര ചെയ്താലും അത് പരിധിയിലെത്തുകയില്ല. ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ എത്ര ചെയ്താലും പരിധിയിലെത്തുകയില്ല, ഇനിയും ധാരാളം ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഇങ്ങനെ ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഇത്രമാത്രം കിടന്ന് തലകുത്തി മറിഞ്ഞ് ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചു, ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു, പക്ഷെ ഞങ്ങൾക്കൊരു മേൽഗതിയും കിട്ടുന്നില്ല. ഇവിടെ കള്ളുകുടിച്ചും തോന്നിയാസം ചെയ്തും വെറിക്കൂത്ത് കാണിച്ചും തെറി പറഞ്ഞും തന്നിഷ്ടക്കാരായും കള്ളക്കടത്തുകാരായും ജീവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം നല്ല ഉയർച്ച ദൈവം കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മാത്രം ഒരു ഉയർച്ച ദൈവം തരുന്നില്ല. അതുകൊണ്ട് ദൈവപ്രീതി നേടുന്നത് കൊണ്ട് മനുഷ്യന് പ്രയോജനമൊന്നും, ഇതെല്ലാം വെറുതെയാ അവർ പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് രാത്രി ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ഈ കാര്യം വെളിപ്പെടുത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് നൽകിയ ഒരു വ്യക്തമായ ദൂതുണ്ട്. അതാണ് ജെറമിയ 18:12. എന്നാൽ അവർ പറയുന്നു, ഇതെല്ലാം വ്യർത്ഥമാണ്, ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ ചെയ്യും, ഓരോരുത്തനും അവനവന്റെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിക്കും. ഓരോരുത്തനും അവനവന്റെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിക്കും. ഇവർ പറയണത്, ഞങ്ങൾ പഠിച്ചിട്ട് ജോലി കിട്ടിയില്ല, ഞങ്ങളുടെ കുടുംബത്തിന് വലിയ വീട് വെക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് വലിയ വണ്ടി വാങ്ങാൻ പറ്റിയില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അവർ പറയണത്. അവരുടെ ധാരണ പ്രാർത്ഥിച്ച് ചെല്ലുമ്പോൾ വലിയ വണ്ടി ഇങ്ങോട്ട് വരുമെന്ന് ആരോ ഒരു ധാരണ കൊടുത്തിരിക്കുകയാണ്. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വലിയ വീടുണ്ടാവും എന്ന് ചിലർ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരുടെ മനസ്സിൽ ഇവർക്ക് തോന്നുകയാണ്, കള്ളക്കടത്ത് നടത്തുന്നവർക്ക് വലിയ വീടുണ്ട്, തോന്നിയാസം ചെയ്യുന്നവർക്കും അഴിമതി കാണിക്കുന്നവർ കരിഞ്ചന്തക്കാർക്കും വലിയ വണ്ടികളുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ച് നടന്നിട്ട് ഞങ്ങൾക്കൊരു നല്ല വീട് പോലും ഇല്ല. അവരുടെ ഹൃദയത്തിൽ ആ വേദന തളം കെട്ടി കിടക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു അന്ധകാരത്തിൽ അവർ കർത്താവിനെതിരെ മുറുമുറുക്കുകയാണ്, അവർ കർത്താവിനെതിരെ പിറുപിറുക്കുകയാണ്. അവർ പറയുകയാണ്, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, ഇങ്ങനെ എപ്പോഴും പള്ളിയിൽ പോയിട്ടൊന്നും വലിയ കാര്യമില്ല, ഇങ്ങനെ എപ്പോഴും ധ്യാനത്തിന് പോയിട്ടൊന്നും വലിയ കാര്യമില്ല, പിന്നെ എന്തിലാ കാര്യം, പിന്നെ എന്തിലാ അർത്ഥം കണ്ടെത്തുന്നത്? തന്നിഷ്ടപ്രകാരം നടക്കുന്നതിൽ. കർത്താവിനെ ഉപേക്ഷിക്കുന്ന ഓരോരുത്തർക്കും പിശാച് വച്ചിരിക്കുന്ന കെണിയാണ്. അടുത്ത ക്ഷണത്തിൽ അവൻ തന്നിഷ്ടക്കാരനായി പോവുകയാണ്, തന്നിഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടി അവൻ പോവുകയാണ്. ഹൃദയത്തിന്റെ കടുത്ത ബന്ധനമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സംഖ്യയുടെ പുസ്തകത്തിൽ ഇതിന്റെ മറ്റൊരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായം, അവിടെ നമ്മൾ ദൈവത്തിന്റെ ജനത്തിന്റെ ഒരു ചിത്രം കാണുകയാണ്. ദൈവത്തിന്റെ ജനത്തെ ദൈവം നേരിട്ട് ഇടപെട്ട് വലിയ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് ഇതാ മരുഭൂമിയിലൂടെ അത്ഭുതങ്ങൾ ചെയ്ത് നയിച്ച് മുന്നോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ ദൈവം രാത്രി അഗ്നിത്തൂണായും പകൽ മേഘസ്തംഭമായും കൂടെ നടന്ന് നിരന്തരം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മോശയുടെയും അഹറോന്റെയും നേതൃത്വത്തിൽ ദൈവജനത്തെ മനോഹരമായി നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മരുഭൂമിയിൽ വെച്ച് ഈ ജനം ചെയ്തത് എന്താണ്? ഈ ജനം കുറെ നാള് ദൈവത്തിന്റെ കരത്തിന്റെ കീഴങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ, ഈജിപ്തിലെ വേദനയെല്ലാം കൂടെ മറന്നു കഴിഞ്ഞപ്പോൾ ഈ ജനം അവിടെ കിടന്ന് പിറുപിറുക്കുകയാണ്. എന്താ ഇവർ കിടന്ന് പിറുപിറുക്കണത്? അതാണ് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 5-ഉം 6-ഉം തിരുലിഖിതങ്ങൾ.
ഇസ്രായേല്യരും സങ്കടം പറച്ചിൽ തുടർന്നു. ആരാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക? ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചെമന്നുള്ളി, വെള്ളുള്ളി ഇവയെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് പ്രാണം പോകുന്നു. ഈ മന്നയല്ലാതെ ഒന്നും കാണാനില്ല. ഈ മന്നയല്ലാതെ ഒന്നും കാണാനില്ല. ഇവരെ പിറുപിറുക്കുകയാണ്. ദൈവം ഇവർക്ക് അത്ഭുതകരമായി ഭക്ഷണം കൊടുക്കുകയാണ്. വിശിഷ്ടമായൊരു ഭക്ഷണം ഇവർക്ക് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അവർ പിറുപിറുക്കുകയാണ്. ഇപ്പോൾ അവർ പിറുപിറുത്തിൽ എന്താ പറയണത്? അയ്യോ, അങ്ങ് ഈജിപ്തിലായിരുന്നെങ്കിൽ എന്താ സ്വർഗ്ഗം അല്ലായിരുന്നോ? സംഖ്യയുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ ദാത്താൻ, അബീറാം, കോറഹ് തുടങ്ങിയവർ മോശക്കെതിരെ കലഹിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ? അവർ പറഞ്ഞെങ്ങനെയാണ്? ഈജിപ്തിൽ തേനും പാലും ഒഴുകുന്ന നാടായിരുന്നു. അവിടുന്നാണ് ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഈ മരുഭൂമിയിലിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട്. ഈജിപ്തിൽ, അപ്പൊ ഇവരുടെ അഭിപ്രായത്തിൽ ഈജിപ്ത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തേനും പാലെല്ലാം അങ്ങോട്ട് ഒഴുകി 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 വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് പോകുന്നത് എന്തോ കഷ്ടമായി പോയി എന്ന വിധത്തിൽ ഇവർ പിറുപിറുക്കുകയാണ്. ഇവർ ദൈവത്തിന്റെ മനസ്സിനെ മടിപ്പിക്കുന്നത് ഒരു പിറുപിറുപ്പാണ്. എന്താണ് ഇവർ പറയണത്? ഓരോന്ന് എണ്ണിപ്പറക്കി പറയാണ്. വെള്ളരിക്ക, ചെവന്നുള്ളി, വെള്ളുള്ളി, മത്തങ്ങ, കുമ്പളങ്ങ, ഇങ്ങനെ ഓരോന്ന് എണ്ണി പറഞ്ഞ് ദൈവത്തെ അവർ പ്രകോപിപ്പിക്കുകയാണ്. ഇവിടെ ഈ മന്നയല്ലാതെ എന്നാ ഉള്ളത് എന്ന് ചോദിച്ച് കുത്തുവാക്ക് പറയുകയാണ്. ഇതിന്റെ പേരാണ് മുറുമുറുപ്പ് അല്ലെങ്കിൽ പിറുപിറുപ്പ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മുറുമുറുപ്പ് ദൈവത്തിന്റെ ശ്രദ്ധയിലെത്തി. ഈ പിറുപിറുപ്പ് ദൈവത്തിന്റെ ശ്രദ്ധയിലെത്തി. ദൈവം അപ്പോൾ തന്നെ ദൈവത്തിന്റെ ദാസൻ മോശയെയും കൂട്ടരെയും വിളിച്ച് അവരോട് പറഞ്ഞു, ദൈവത്തിന്റെ ജനത്തെ ചെന്ന് അറിയിക്കുക, ഇതാ നിങ്ങൾക്ക് തിന്നാൻ തരാൻ വേണ്ടി എൻ്റെ കൈക്ക് ശക്തി കുറഞ്ഞൊന്നും പോയിട്ടില്ല. നിങ്ങൾക്ക് തിന്നാൻ എത്ര വേണമെങ്കിലും തരാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് അവരോട് അറിയിക്കുക, നിങ്ങൾ തിന്ന് 1 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, നിങ്ങൾ തിന്ന് നിങ്ങളുടെ മൂക്കി കൂടെ പുറത്ത് വരണവരെ നിങ്ങൾ ഇറച്ചി തിന്നാൻ ഞാൻ നിങ്ങൾക്ക് ഇറച്ചി തരും എന്ന് ദൈവം തൻ്റെ ദാസനെ അയച്ച് അറിയിക്കുന്ന ഒരു വചനം സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 18, 19, 20 വചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ആര് തരും? ഈജിപ്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു എന്ന് കർത്താവിനോട് നിങ്ങൾ പരാതിപ്പെട്ടു. അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും, നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും. 1, 2, 5, 10, 20 ദിവസത്തേക്കല്ല നിങ്ങളത് തിന്നുക. നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നത് വരെ 1 മാസത്തേക്ക് നിങ്ങളത് ഭക്ഷിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ഈജിപ്തിൽ നിന്ന് പോന്നത് ബുദ്ധിമോശമായി പോയി എന്ന് വിലപിക്കുകയും ചെയ്തു. ഇതാണ് പാപം. അതിന്റെ പേരാണ് മുറുമുറുപ്പ്. ഈജിപ്തിൽ നിന്ന് പോന്നത് ബുദ്ധിമോശമായി പോയി എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുക, വിലപിക്കുക, സങ്കടപ്പെടുക. സങ്കടം പറച്ചിൽ, പിറുപിറുപ്പ്, മുറുമുറുപ്പ് ഇസ്രായേൽ ജനത ഗ്രസിച്ച ഒരു വസന്തയാണത്. ഇന്നും ആത്മീയ ലോകത്തെ ഇത് ഗ്രസിക്കുന്നില്ലേ? ഞാനിങ്ങനെ എന്നും ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം? ചിലർ ചിന്തിക്കുകയാണ്, സഭയിൽ എന്നും ഈ പഴയ ആചാരം വെച്ച് നടന്നിട്ട് എന്താ കാര്യം, ഇച്ചിരി മോഡേൺ ആകട്ടെ എന്ന് പറഞ്ഞ് സഭയുടെ വിലപ്പെട്ട രീതികളെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അതും ഇതും ചെയ്ത് വെറിക്കുത്തി മുഴുകി നടക്കുക. അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും ഒക്കെ വിലയില്ലാത്തതായി കാണുക. വിധേയപ്പെട്ട് ജീവിക്കുന്നതിന് അർത്ഥമില്ലെന്ന് തോന്നുക. എന്നും ഇങ്ങനെ വിധേയപ്പെട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? ഓരോരുത്തർക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? ഇങ്ങനെയുള്ള ദുഷ്ടചിന്തകളാൽ ഗ്രസിക്കപ്പെടുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് കോൺഗ്രിഗേഷനുകളിലും ഒരുപാട് സന്യാസ സഭകളിലും രൂപതകളിലും ഭവനങ്ങളിലും ഓരോ കുടുംബങ്ങളിലും ഈ ഒരു അരൂപിയുടെ ഉപദ്രവമുണ്ട്. ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുന്നത് എന്തോ വില കുറഞ്ഞ കാര്യമായി തോന്നിയിട്ട് പ്രാർത്ഥന ഉപേക്ഷിച്ചിട്ട് ഈ ലോകത്തോട് ഒപ്പത്തിനൊപ്പമാകാൻ വേണ്ടി ലോകപ്രകാരമുള്ള ജീവിതത്തിലേക്ക് വീണു പോകുന്ന ഒരു അന്തരീക്ഷം ഇന്ന് ലോകത്തിൽ ആത്മീയ രംഗത്ത് കാണുന്നില്ലേ? ഇത് വലിയൊരു ആത്മീയ വസന്തയാണ്. ഇതാ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ പോകുന്നതിൽ ഇപ്പോൾ ഇവർക്ക് അഭിമാനം ഇല്ല. അതിനെക്കുറിച്ച് അവർ പരിതപിക്കുന്നു, അവർ സങ്കടം പറയുന്നു. അവരങ്ങനെ വേദനയോടെ ഓരോരോ ജൽപ്പനങ്ങൾ ജപിച്ച് ദൈവത്തെ പ്രകോപിച്ചു. ദൈവം അവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കുകയാണ്. ദൈവം മുറുമുറുത്ത് അവർ ഭക്ഷണം വാങ്ങുകയാണ്. അങ്ങനെ മൂക്കിൽ കൂടെ പുറത്തു വരാവുന്ന വിധം ഭക്ഷണത്തിന്റെ സമൃദ്ധി കർത്താവ് അവർക്ക് കൊടുത്തു. അതാണ് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 31 തൊട്ട് 35 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ ദൈവം ഒരു കാറ്റയച്ചു,
ധാരാളം പക്ഷികൾ, കാടപ്പക്ഷികൾ വന്ന് അവരുടെ കൂടാരത്തിന് ചുറ്റിലും വീണു. എല്ലാവരും ആവേശത്തോടെ പെറുക്കി കുറേ അവർ അപ്പം തന്നെ വേവിച്ചും വേഗാതെയൊക്കെ കടിച്ചു പറിച്ച് കുറേ അവർ തിന്നു, കുറേ അവർ ഉണങ്ങി വെച്ചു, കുറേ അവർ പാത്രത്തെ അടുക്കി വെച്ചു, കുറേ അവർ വേവിച്ച് വെച്ചു, കുറേ അവർ ഉപ്പിലിട്ട് വെച്ചു. അങ്ങനെ ഒരുപാട് വാരി വലിച്ചു കൂട്ടി അവർ ഇറച്ചിയെല്ലാം കൂടെ ശേഖരിച്ചു കൂട്ടി. അങ്ങനെയാണ് മൂക്കിക്കൂടെ ഓക്കാനം വരുന്ന വിധം അവർ തിന്നുകൂട്ടിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഇതാ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അവർ ഇറച്ചി തിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ വലിയ നാശം, മഹാമാരി നിബന്ധിച്ച് ആ ഇറച്ചി പൂർത്തിയാകാൻ അവരിൽ പലർക്കും പറ്റിയില്ല. അങ്ങനെ അത്യാഗ്രഹത്തോടെ വലിച്ചു വാരി തിന്നത് കൊണ്ടും അങ്ങനെ അതുവഴി അനേകം ദൈവജനം നശിച്ചത് കൊണ്ടും അവരവിടെ സംസ്കരിച്ചത് കൊണ്ടും ആ താഴ്വരയ്ക്ക് കിബ്രോത്ത് ഹത്താവ എന്ന പേരുണ്ടായി. കിബ്രോത്ത് ഹത്താവ, അത്യാഗ്രഹികളെ സംസ്കരിച്ചത് കൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്ന് പേരുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, അവരുടെ ശവശരീരങ്ങൾ അവരുടെ അത്യാഗ്രഹം നിമിത്തം, അവരുടെ മുറുമുറുമ നിമിത്തം, അവരുടെ പിറുപിറുപുറു നിമിത്തം അവർ മുറുമുറുത്ത് വാങ്ങി. എങ്കിലും അവരുടെ ശരീരങ്ങൾ പാപം മൂലം മരുഭൂമിയിൽ നിബന്ധിച്ചു. ആ ഒരു സംഭവമാണ് സംഖ്യയുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. മുറുമുറുത്ത് വാങ്ങുന്നത് അനുഗ്രഹപ്രദമായിരിക്കില്ല. മുറുമുറുത്ത് വാങ്ങുന്നത് അവസാനം കണ്ണുനീരായിരിക്കും. ഇത് ദൈവവചനം പഠിപ്പിക്കുന്ന വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ജീവിച്ചിട്ടുണ്ട് കാര്യം എന്താണ് ദൈവവചനം ഈ കാര്യത്തെക്കുറിച്ച് നമ്മളോട് പഠിപ്പിക്കുന്നത്? അല്ല, ദൈവസന്നിധിയിൽ ഞാൻ ഇത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇത്ര കണ്ട് പുണ്യം ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് ന്യായവാദം മുഴക്കാൻ മനുഷ്യ നീ ആരാണ്? യെശയ്യായുടെ പുസ്തകത്തിൽ 66-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ 4 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞെങ്ങനെയാണ്? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ ജീർണ വസ്ത്രം പോലെയും അത്രേ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൽകൃത്യം പോലും ദൈവത്തിന്റെ സന്നിധിയിൽ ജീർണ വസ്ത്രം പോലെ അത്രേ. ഒരു കക്കൂസ് കുഴിയിൽ 2 മാസം ഒരു തുണി ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ പുഴു അരിക്കുന്ന തുണി എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ ഏറ്റവും ഉന്നതമായ സൽപ്രവൃത്തി ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ. ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ ജീർണ വസ്ത്രം പോലെയും ആകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ പുണ്യം ചെയ്യുന്നവനാണ് എന്ന ഊറ്റത്തിൽ ദൈവത്തോട് അവകാശവാദം നടത്തി ചോദിച്ചു വാങ്ങാൻ നമുക്ക് ദൈവവചനം അനുവാദം തരുന്നില്ല. ദൈവവചനം നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത്? ദൈവവചനം നമ്മൾ ആവശ്യപ്പെടുന്ന അതിപ്രധാനമായൊരു ദൂത് പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുലിഖിതം. നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കുവീൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഇത് തന്നെയാണ് സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം 7-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പക്ഷേ കർത്താവിന്റെ സമയം വരെ കാത്തിരിക്കണം. ഞാനും എൻ്റെ കാരണവന്മാരും കുറെ പ്രാർത്ഥിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് നിർത്തി പിന്മാറ്റത്തിലേക്ക് പോകരുത്. കർത്താവിൻ്റെ സമയം വരെ വിശുദ്ധിയിലും ദൈവവചനത്തിലും ദൈവിക മാർഗത്തിലും നാം സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോകണം. ദൈവഭക്തിയിൽ ദൃഢത വേണം. ദൃഢത 1 വർഷമോ 10 വർഷമോ അല്ല, ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം കാലം ദൈവഭക്തിയിൽ ദൃഢതയോടെ മുന്നോട്ട് പോകണം. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം വാക്യം. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവഭക്തിയുള്ള ഒരു ദൈവ പൈതലാണോ നീ? നിന്റെ ദൈവഭക്തിക്ക് ദൃഢതയുണ്ടാകണം. ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ നിന്നാൽ, നീ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ജീവിതം നയിച്ചാൽ നിനക്ക് നന്മയുണ്ട്. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 8-ാം വാക്യം: കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുക, കർത്താവിനെ ആശ്രയിച്ച് നിൽക്കുന്നവൻ ഭാഗ്യവാൻ. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? 5 വർഷം പ്രാർത്ഥിച്ചു, 10 വർഷം പ്രാർത്ഥിച്ചു, 25 വർഷം പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് വലിയ വീട് കിട്ടിയില്ല എന്ന് പറഞ്ഞ്, ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊരു ഗുണമുണ്ടായില്ല എന്ന് പറഞ്ഞ്, ദൈവപ്രീതി നേടുന്നത് കൊണ്ട് മനുഷ്യന് പ്രയോജനമില്ല എന്ന് പറഞ്ഞ്
തൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്പ്രേരണയ്ക്കനുസരിച്ച് എടുത്തു ചാടി പുറത്തേക്ക് പോകുന്നവൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് കർത്താവിനെ ആശ്രയിക്കുന്നവനല്ല. കർത്താവിനെ ആശ്രയിക്കുന്നവനല്ല. കർത്താവിനെ ആശ്രയിക്കുന്നവനാണ് ഭാഗ്യവാൻ. ദൈവഭക്തി ദൃഢതയുള്ളവനാണ്. ദൈവഭക്തി ഉള്ളവനല്ല ഭാഗ്യവാൻ, ദൈവഭക്തിയിൽ ദൃഢതയുള്ളവനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കാൻ ദൈവഭക്തി എന്നെയും നിങ്ങളെയും പരിശീലിപ്പിക്കണം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇതാ മറ്റൊരു രംഗം ബൈബിളിലുണ്ട്, അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിലാണത് കാണുന്നത്. ഇതാ ദൈവം തൻ്റെ ജനത്തെ അത്ഭുതകരമായി നേതൃത്വം കൊടുത്ത് തൻ്റെ ജനത്തെ മനോഹരമായി നയിച്ചു വരികയാണ്. അങ്ങനെ ദൈവം തൻ്റെ ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു കൂട്ടം ആളുകൾ സാമുവേൽ പ്രവാചകനോട് ചെന്ന് പറയുകയാണ്, അല്ലയോ പ്രവാചക, സാമുവേൽ പ്രവാചക, ഞങ്ങൾക്കും വേണം ഒരു രാജാവിനെ. ഞങ്ങൾക്കിങ്ങനെ ദൈവത്തിന് കീഴിലോ അങ്ങനെ പ്രവാചകന്മാരുടെ കീഴിലോ ന്യായാധിപന്മാരുടെ കീഴിലോ ഇരുന്നാൽ പോരാ, മറ്റ് ജനതകൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. ഇത് സാമുവേൽ പ്രവാചകന് വലിയ വിഷമമായി. കാരണം ഈ ജനം ദൈവമാണ് ഇവരുടെ രാജാവ്. ഈ ജനം ദൈവത്തിന്റെ കരത്തിന്റെ കീഴിലാണ്. ഇവർ പിന്നെ എന്തിനാ ഒരു രാജാവിന് വേണ്ടി അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, പറ്റില്ല, ദൈവത്തിന്റെ കാര്യമൊന്നും ഞങ്ങളോട് പറയണ്ട, മറ്റു ജനതകൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും വേണം ഒരു രാജാവിനെ. ഇന്നും ഈ ഒരു പ്രലോഭനം സഭയ്ക്കില്ലേ? ഇന്നും ഈ ഒരു പ്രലോഭനം കുടുംബങ്ങൾക്കില്ലേ? ഇന്നും ഈ പ്രലോഭനം പ്രാർത്ഥിക്കുന്നവർക്കില്ലേ? മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ പോകണം, ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കണം, ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ സിനിമ കാണണം, ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ വെറുക്കുതിന് പോകണം. അങ്ങനത്തെ ഒരു പ്രലോഭന ശക്തി, അങ്ങനത്തെ ഒരു അരൂപിയുടെ പീഡ പ്രിയ ദൈവവൈതലേ നീ ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ വചനം പറഞ്ഞ് ആ തിരുമയുടെ അരൂപിയെ നീ ആട്ടിപ്പായിക്കണം. ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നീ നിലം പതിക്കും. ഹല്ലേലൂയ. എന്നാൽ ഈ ദൈവജനം അവരുടെ ധാർഷ്ട്യത്തിൽ മുന്നോട്ട് നീങ്ങി. പ്രവാചകൻ പലതും പറഞ്ഞ് തടസ്സപ്പെടുത്താൻ നോക്കി, എന്നാൽ ജനം പിൻവാങ്ങിയില്ല. പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇതാ ജനം ഇങ്ങനെ രാജാവിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. എന്നാൽ ദൈവം പറഞ്ഞു, അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്തു കൊടുക്കുക. പക്ഷേ ഒരു കാര്യം, ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കണ്ണുനീരിന് കാരണമാവും. നിങ്ങൾ ഇന്ന് നിർബന്ധിച്ച് മുറുമുറുത്ത് വാങ്ങുന്ന ഈ രാജാവിനെ പ്രതി ഇസ്രായേലിലുള്ള ഓരോ മുഖങ്ങളും കരയേണ്ടി വരും എന്ന് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അവർക്ക് രാജാവിനെ കൊടുക്കുക. പ്രവാചകൻ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. സാമുവേൽ പ്രവാചകൻ 1-ാമത്തെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൽ 10 മുതൽ 18 വരെയുള്ള തിരുലിഖിതങ്ങൾ. ഒരു രാജാവിനെ നിങ്ങൾ വാങ്ങിയാൽ ആ രാജാവ് വഴി നിങ്ങൾക്ക് ദൈവജനത്തിന് സംഭവിക്കുന്ന ഓരോ തകർച്ചകളെക്കുറിച്ച്, ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പ്രവാചകൻ വിവരിച്ച് കേൾപ്പിക്കുകയാണ്. എന്നിട്ട് 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ അവൻ്റെ അടിമകളായിരിക്കും, നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും, എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്ന് വരെ പ്രവാചകൻ പറഞ്ഞു നിർത്തി. എന്നാലും ശരി, ജനം കൂട്ടാക്കിയില്ല. 19-ാമത്തെ വാക്യം, സാമുവേലിന്റെ വാക്കുകൾ ജനം അവഗണിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം, ഞങ്ങൾക്ക് മറ്റ് ജനതകളെ പോലെയാകണം, ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ. ഇങ്ങനെ അവർ മുറുമുറുത്തും വഴക്കിട്ടും ഒരു രാജാവിന് വേണ്ടി അവർ നിലകൊണ്ടു. അങ്ങനെ മുറുമുറുത്തും വഴക്കിട്ടും വാങ്ങിയ രാജാവാണ് ആദ്യത്തെ രാജാവ് സാവൂൾ രാജാവ്. സാവൂൾ രാജാവിന്റെ പതനം നമുക്കറിയാം. ജനം ഒരുപാട് ദുരിതപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് രാജാക്കന്മാർ ഇസ്രായേലിൽ ഭരണം നടത്താൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാജാക്കന്മാരുടെ കിരാത ഭരണത്തിൽ ദൈവജനം കടന്ന് നെടുവീർപ്പിടാൻ തുടങ്ങി, ദൈവജനം കടന്ന് നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ നാം രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ ഒരു രംഗം കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യം, ജനം കുറെ പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് രാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്, ഞങ്ങളുടെ പീഡനം ഒന്ന് കുറച്ചു തരണം, ഞങ്ങളുടെ പീഡനം ഒന്ന് കുറച്ചു തരണം എന്ന് രാജാവിൻ്റെ അടുത്തേക്ക് ജനം പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് അയച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എന്താ രാജാവ് പറഞ്ഞത്? രാജാവ് പറഞ്ഞെങ്ങനെയാണ്, എൻ്റെ അപ്പൻ നിങ്ങളെ ചാട്ട കൊണ്ട് അടിച്ചെങ്കിൽ ഞാൻ നിങ്ങളെ മുൾചാട്ട കൊണ്ട് അടിക്കും. ഇങ്ങനെ പറഞ്ഞാണ് ജനത്തെ പറഞ്ഞയക്കുന്നത്. അതുപോലെ ഈ രാജാക്കന്മാരുടെ പിടിയിൽ കടന്ന് ജനം വീർപ്പുമുട്ടി, ജനം നിലവിളിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ ആമുഖ ഭാഗത്ത് ബൈബിൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ഏതാണ്ട് BC 931 തൊട്ട് BC 721 വരെ ഇസ്രായേലിൽ 18ഓളം രാജാക്കന്മാർ ഭരണം നടത്തി. ബൈബിൾ പഠിപ്പിക്കുകയാണ്, എല്ലാ രാജാക്കന്മാരും
ദൈവഹിതത്തിന് എതിരായിട്ടാണ് പ്രവർത്തിച്ചത്. ഈ രാജാക്കന്മാർ വഴി ജനം മുഴുവനും വിഗ്രഹാരാധനയിലേക്ക് പോയി. ഈ രാജാക്കന്മാർ വഴി ജനം മുഴുവൻ ലോകത്തിന്റെ അരൂപിലേക്ക് പോയി. ഈ രാജാക്കന്മാർ വഴി ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവർ തിന്നാനും കുടിക്കാനും ഇരിക്കുകയും നൃത്തം ചെയ്യാൻ എഴുന്നേൽക്കുകയും ചെയ്തു. ജനം അഴിഞ്ഞാട്ടത്തിലേക്ക് കൂപ്പുകുത്തിപ്പോയി. ജെറുസലേമിൽ നിന്ന് അധർമ്മം പരന്നിരിക്കുന്നു. രാജാക്കന്മാർ എങ്ങനെയോ അങ്ങനെ ജനങ്ങളും. ഇതാ ദേശം മുഴുവനും ദൈവത്തെ പരിത്യജിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം നിബന്ധിച്ചു. അങ്ങനെ BC 721 ആ രാജ്യം മുഴുവൻ ഛിന്ന ഭിന്നമായി പോയി. അസീറിയൻ അടിമത്തത്തിലേക്ക് ആ രാജ്യം വീണു. അങ്ങനെ ലോക ചരിത്രത്തിൽ നിന്ന് ഇസ്രായേൽ എന്ന രാജ്യം എന്നേക്കുമായി ഇല്ലാതെയായി. പിന്നെ AD 1948 ബ്രിട്ടീഷുകാരിൽ നിന്ന് പിന്നെ ഇസ്രായേൽ രാജ്യം അവർക്ക് തിരിച്ചു കിട്ടുന്നത്. അതുപോലെ ലോക ചരിത്രത്തിൽ നിന്നും ഇസ്രായേൽ എന്നേക്കുമായി മായ്ക്കപ്പെട്ടു. അവരെല്ലാം അടിമകളായി, പ്രവാസികളായി അനേക രാജ്യങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. എന്താ കാരണം? ഈ രാജാക്കന്മാരുടെ ദുഷ്കൃത്യങ്ങൾ, ഈ രാജാക്കന്മാർ അകൃത്യങ്ങൾ. ഇസ്രായേലിൽ മാത്രമല്ല, യൂദായിലും രാജാക്കന്മാരുണ്ടായിരുന്നു. യൂദായിലെ രാജാക്കന്മാരെ കുറിച്ചും രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞെങ്ങനെയാണ്? ഇസ്രായേലിലെ രാജാക്കന്മാരെ അനുകരിച്ച് യൂദയായിലെ സിംഹഭാഗം രാജാക്കന്മാരും ദുഷ്കൃത്യത്തിലും അരാജകത്വത്തിലും മുഴുകി ദൈവഹിതത്തിനെതിരായി പ്രവർത്തിച്ചു. യെശയ്യ, ജെറമിയ, ആമോസ്, ഹോസിയ, ഏലിയ, എലീഷ തുടങ്ങിയ ഉഗ്രമൂർത്തികളായ പ്രവാചകന്മാർ അവരുടെ പ്രവാചക ശുശ്രൂഷ ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ചെയ്തെങ്കിലും ഇവരെ പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല. അതാണ് നേതൃത്വം പാപത്തിൽ മുഴുകിയാൽ ജനം പാപത്തിൽ നിന്ന് പിന്തിരിയില്ല എന്ന് പറയാൻ കാരണം. ഇതെല്ലാം ദൈവത്തിന് അറിയാമായിരുന്നുകൊണ്ടാണ് ദൈവം നേരത്തെ പറഞ്ഞത്, ഇതാ നിങ്ങളുടെ രാജാക്കന്മാർ വഴി നിങ്ങൾക്ക് കണ്ണുനീരാണ് വരാൻ പോകുന്നത്. പക്ഷേ മുറുമുറുത്ത് അവർ രാജാവിന് വേണ്ടി പിടിവലി കൂട്ടി, മുറവിളി കൂട്ടി അവർ രാജാവിനെ വാങ്ങിച്ചെടുത്ത്. ഇതാ യൂദയ രാജാക്കന്മാരും പാപത്തിന്റെ പിടിയിലമർന്നു, ജനവും പാപത്തിന്റെ പിടിയിലമർന്നു. BC 587 ബാബിലോൺ സൈന്യത്തിന്റെ പിടിയിൽ ഇതാ യൂദയ രാജ്യം അമർന്നു. അവർ വന്ന് ജെറുസലേം ദേവാലയം തട്ടി പൊടിച്ച് പൊടിയാക്കി, അഗ്നി കൂമ്പാരമാക്കി, അത് ചാര കൂമ്പാരമാക്കി മാറ്റി. എന്നിട്ട് ഈ യൂദയായിലുള്ള മുഴുവൻ ഇസ്രായേൽക്കാരെയും യഹൂദന്മാരെയും രണ്ട് കൈയും കൂടെ പിടിച്ചു കെട്ടിയിട്ട് നഗ്നരാക്കിയിട്ട് രണ്ട് കൈ കൂടെ പുറകോട്ട് പിടിച്ചു കെട്ടിയിട്ട് ഇസ്രായേലിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി നടത്തിക്കൊണ്ടുപോയി. ബാബിലോൺ എന്ന് പറഞ്ഞ ഇന്നത്തെ ഇറാഖ് എന്ന് പറഞ്ഞ രാജ്യമാണ്. ഇതാ ഇസ്രായേലിൽ നിന്ന് ഇറാഖിൽ എത്തുന്നത് വരെ, ബാബിലോട്ടുന്നത് വരെ അവരെ രണ്ട് കൈയും കൂടെ പുറകോട്ട് ചങ്ങലക്കിട്ട് കെട്ടിയിട്ട് നിരനിരയായി ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് അവരെ നടത്തി ചാട്ട കൊണ്ട് അടിച്ച് നടത്തി ബാബിലോണിൽ എത്തിച്ചു. നോക്കുക, അന്ന് ദൈവം പറഞ്ഞു, നിങ്ങളുടെ രാജാക്കന്മാർ വഴി ഓരോ മുഖവും കണ്ണുനീർ വാർത്ത് കരയും. അത് തന്നെ സംഭവിച്ചു. വിലാപത്തിന്റെ പുസ്തകത്തിൽ ഇതിന്റെ രംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിലാപത്തിന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 4 മുതലുള്ള തിരുലിഖിതങ്ങൾ. മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് വരണ്ട് അണ്ണാക്കിൽ ഒട്ടിക്കിടക്കുന്നു. കുട്ടികൾ ഭക്ഷണം ഇരക്കുന്നു, പക്ഷെ ആരും നൽകുന്നില്ല. സ്വാദിഷ്ട ഭോജനം ആസ്വദിച്ചിരുന്നവർ തെരുവുകളിൽ പട്ടിണി കൊണ്ട് നശിക്കുന്നു. പട്ടുവസ്ത്രം ധരിച്ചു വളർന്നവർ ചാര കൂമ്പാരത്തിന് മേൽ കിടക്കുന്നു. അവളുടെ പ്രഭുക്കന്മാർ മഞ്ഞിനേക്കാൾ നിർമ്മലരും പാലിനേക്കാൾ വെണ്മയുള്ളവരുമായിരുന്നു. അവരുടെ ശരീരം പവിഴത്തേക്കാൾ തുടുത്തതും അവരുടെ ആകാര ഭംഗി ഇന്ദ്രനീലത്തിന് തുല്യവുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു. തെരുവീതികളിൽ അവരെ തിരിച്ചറിയാൻ കഴിയുന്നുമില്ല. അവരുടെ തൊലി എല്ലിനോട് ഒട്ടിയിരിക്കുന്നു. അത് ഉണങ്ങിയ വിറക് കമ്പ് പോലെയായി തീർന്നിരിക്കുന്നു. വാളേറ്റ് മരിച്ചവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണ്. കരുണാമയികളായ സ്ത്രീകൾ സ്വന്തം മക്കളെ വേവിച്ചു തിന്നുന്നു. എന്റെ ജനത്തിന്റെ പുത്രിയുടെ വിനാശത്തിന്റെ നാളുകളിൽ അവർ അവരുടെ ഭക്ഷണമായി തീർന്നു. നോക്കുക, ആ ജനത്തിന്റെ തകർച്ച, രാജാക്കന്മാരുടെ നെറികെട്ട നടപ്പ്, ആ ജനത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലുകളായി ഒഴുകാൻ തക്കവണ്ണം കാരണമായി തീർന്നു. ഈ കാര്യമാണ് ദൈവം നേരത്തെ സാമുവേൽ പ്രവാചകൻ 1-ാമത്തെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അന്ന് അവർക്ക് തിരിച്ചറിവ് കിട്ടിയില്ല. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ കരത്തിന്റെ കീഴെ ദൈവം നയിക്കുമ്പോൾ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ അത് ഉയർച്ചയിലേക്കും സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് നയിക്കുന്നത്. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നു, പുണ്യപ്രവൃത്തി ചെയ്യുന്നു, ഉടനടി ഒന്നും സംഭവിക്കുന്നില്ലെങ്കിലും ഭയപ്പെടരുത്, തളരരുത്. എൻ്റെ ദൈവം എന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 6-ാം വാക്യം, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴെ താഴ്മയോടെ നിൽക്കുക, തക്ക സമയം വരുമ്പോൾ അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഈ നിമിഷങ്ങളിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം.
കുറേ നാൾ പ്രാർത്ഥിച്ചു, കുറച്ച് നാൾ പുണ്യപ്രവൃത്തി ചെയ്തു, 1, 2, 5, 10 വർഷമൊക്കെ പ്രാർത്ഥിച്ചു, ഒന്നും കിട്ടിയില്ല. ഈ ഒരു ദുഃഖം നിന്നെ അലട്ടുന്നുണ്ടോ? ഞാൻ ഇത്ര കാലം ദൈവരാജ്യ വേല ചെയ്തു, എന്നിട്ട് എനിക്ക് വലിയ മേൽഗതി, എനിക്ക് വലിയ മേന്മയൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ പോലെ ലോകത്തിൻ്റെ വഴികളിലൂടെ എന്തെങ്കിലും നേടാൻ നോക്കട്ടെ. ഇങ്ങനെ നീ പിന്മാറ്റത്തിലേക്ക് പോകുന്ന ആ അരൂപിയുടെ ബന്ധനത്തിൽ നീ അമർന്നു പോയോ? പ്രിയ ദൈവ പൈതലേ, ദൈവത്തിൻ്റെ വചനം ഇന്ന് ഈ നിമിഷം നിന്നോട് ആവശ്യപ്പെടുകയാണ്. നീ ഉണരുക, നീ ഉണരുക, നീ തിരിച്ചു വരിക. കർത്താവിൻ്റെ വഴിയിൽ ദൈവഭക്തി ദൃഢതയോടെ നീ മുന്നേറുക. 2 കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. പിന്മാറ്റത്തിന്റെ അരുവി വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ അഭിഷേകം നൽകണം. ദൃഢതയുടെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, നിലനിൽപ്പിന്റെ ആത്മാവ് ഇപ്പോൾ കത്തിപ്പടരണം. പ്രാർത്ഥനയുടെ ആത്മാവ് കത്തിപ്പടരണം. വചനത്തിന്റെ ആത്മാവ് കത്തിപ്പടരണം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വീണുപോയ ഓരോ ജീവിതങ്ങളെയും ഇപ്പോൾ കൈപിടിച്ച് ഉയർത്തണമേ. തളർന്നു പോയവർ, മന്ദതയിലേക്ക് പോയവർ, മരവിപ്പിലേക്ക് പോയവർ, പിന്മാറ്റത്തിലേക്ക് പോയവർ, ദൈവത്തെ നശിച്ചവർ, വിശ്വാസം മങ്ങിപ്പോയവർ, ദൈവത്തെ ഉപേക്ഷിച്ചവർ, സഭ ഉപേക്ഷിച്ചവർ ഇപ്പോൾ വീണ്ടും ശക്തി പ്രാപിക്കട്ടെ. ഉറക്കെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കവിഞ്ഞൊഴുകണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ, ഞങ്ങളിൽ നിറയണമേ, നിറയണമേ, നിറയണമേ. നിറഞ്ഞു കവിയണമേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. സങ്കീർത്തന പുസ്തകം 29-ാം അധ്യായത്തിലെ 7-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. ഇതാ ഈ സമയം ആത്മാവിൻ്റെ അഗ്നി വ്യാപരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള മുറുമുറുപ്പിൻ്റെ ആത്മാവും ഇപ്പോൾ കത്തിച്ചാമ്പലാകട്ടെ. എല്ലാ തരത്തിലുള്ള വഴക്കാളി സ്വഭാവവും ഇപ്പോൾ കത്തിച്ചാമ്പലാകട്ടെ. ദൈവപ്രീതി നേടുന്നതുകൊണ്ട് മനുഷ്യന് പ്രയോജനമൊന്നുമില്ല. എത്ര കാലം ഇങ്ങനെ ജീവിക്കും? ഇങ്ങനെ ചിന്തിപ്പിച്ച് ചിന്തിപ്പിച്ച് മനം മട്ടിപ്പിക്കുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ അരുവികളും ഇപ്പോൾ കത്തിച്ചാമ്പലാകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകുന്ന അധികാരം ഉപയോഗിച്ച്, പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡക ശക്തികളെയും, അന്ധകാര സേനകളെയും, ദുഷ്ടാത്മബോധങ്ങളെയും ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ദുഷ്ടാത്മാവേ, ദൈവമക്കളെ വിട്ടുപോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം തിരുലിഖിതം. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്. ഹല്ലേലൂയ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ,
അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. ആരാധിക്കുന്നു ദൈവമേ, ദിവ്യ സ്നേഹമേ. ആരാധിക്കുന്നു ദൈവമേ, ദിവ്യ സ്നേഹമേ. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം തിരുലിഖിതം. ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിച്ച് തള്ളുന്നവന്റെ നില ശോചനീയമാണ്. അവൻ ഉണ്ടാക്കി കൂട്ടുന്നത് നിരുപയോഗപ്രദമാണ്. അവൻ്റെ പ്രത്യാശ വ്യർത്ഥവും അവൻ്റെ പ്രയത്നം നിഷ്ഫലവുമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ വഴികൾ വിട്ടു പോകരുത്. ഈ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എളിമപ്പെടാം. ഹൃദയം ദൈവമായ കർത്താവിലേക്ക് ഉയർത്താം. സങ്കീർത്തന പുസ്തകം 65-ാം അധ്യായം 2-ാം തിരുലിഖിതം. കർത്താവേ, മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങൾ അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. ദൈവമായ കർത്താവിനോട് പറയാം, ദൈവമേ, അവിടുന്ന് എൻ്റെ ഇല്ലായ്മയുടെ നാളുകളിലും എൻ്റെ ജീവിതത്തിൻ്റെ അന്ധകാരാവൃതമായ അവസ്ഥകളിലും ഒരുപാട് കൈപിടിച്ച് സഹായിച്ചു. നടത്തി കൊണ്ടുവന്നു. അവിടുന്ന് എന്നെ ഇത്രത്തോളം എത്തിച്ചു. ഇന്ന് ഞാൻ അങ്ങയുടെ വഴികൾ വിട്ടുപോയി. ഇന്ന് ഞാൻ പ്രാർത്ഥന ഉപേക്ഷിച്ചു. ഇന്ന് ഞാൻ വിശുദ്ധ ജീവിതത്തിന് വിലയില്ലാതായി ചിന്തിക്കുകയാണ്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടാതെയായി. ദേവാലയത്തിലെ കർമ്മങ്ങളിലേക്ക് പോകാൻ ഉത്സാഹം തോന്നുന്നില്ല. നല്ല നല്ല കൂട്ടുകെട്ടുകൾ വിട്ട് മദ്യപാനത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും കൂട്ടുകെട്ടുകളിലേക്ക് വീണു. അവിടുന്ന് അനുഗ്രഹിച്ച് എന്നെ ഉയർത്തി. സ്ഥാനമാനങ്ങൾ നൽകി, അധികാരം നൽകി, സമ്പത്ത് നൽകി, കുടുംബം നൽകി, മക്കളെ നൽകി, എല്ലാ സാഹചര്യങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചു. എന്നാൽ എനിക്കൊരു അസംതൃപ്തി. ഇതൊന്നും പോരാ, ഇതൊന്നും പോരാ. എനിക്ക് എന്തൊരു അസംതൃപ്തി. എൻ്റെ അത്യാഗ്രഹത്തിൻ്റെ ബന്ധനം എന്നെ തകർത്ത് കർത്താവേ. ഇന്ന് ഞാൻ ആത്മീയമായി ദുർബലനായി. ദൈവമേ, ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലുള്ള കഴിവില്ലാത്തവനായി ഞാൻ മാറിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ സ്വാർത്ഥതയുടെയും അത്യാഗ്രഹത്തിൻ്റെയും തടവറയിൽ അകപ്പെട്ടു പോയല്ലോ. യേശുവേ, എന്നെ രക്ഷിക്കണമേ. എൻ സ്വാർത്ഥ മോഹങ്ങളാലേ സ്നേഹബന്ധങ്ങൾ തകർന്നിടുന്നു. എൻ സ്വാർത്ഥ മോഹങ്ങളാലേ സ്നേഹബന്ധങ്ങൾ തകർന്നിടുന്നു. പ്രാർത്ഥന പോലും നിലച്ചുപോയി. പൂർണ്ണമായി നിന്നിൽ നിന്നകന്നുപോയി. പ്രാർത്ഥന പോലും നിലച്ചുപോയി. പൂർണ്ണമായി നിന്നിൽ നിന്നകന്നുപോയി. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ, യേശുവേ, ജീസസ് ക്രൈസ്റ്റ്, സ്പർശിക്കണമേ. മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് എല്ലാവരും ചേർന്ന് വിളിക്കുന്നു.
കർത്താവേ, ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം കഴിഞ്ഞ നാളുകളിൽ ജഡത്തിന്റെ പാപങ്ങളിലേക്ക് വീണത് ഓർക്കുകയാണ്. മദ്യപാനത്തിലേക്കും പുകവലിയിലേക്കും ജഡപ്രകാരമുള്ള വെറുക്കുത്തുകളിലേക്കും വീണുപോയി. ഹൃദയത്തിൽ ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം ദൈവത്തോട് എതിർക്കുന്ന ഒരു മനോഭാവം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. എന്ത് കിട്ടിയാലും ഒരു സംതൃപ്തിയില്ല. അവിടുന്ന് എനിക്ക് ആരോഗ്യം നൽകി, അവിടുന്ന് എനിക്ക് കുടുംബം നൽകി, അവിടുന്ന് എനിക്ക് ഇത്രയും കാലം ജീവിക്കാൻ അനുവാദം നൽകി, എല്ലാ നന്മകളും നൽകി, അതൊന്നും കാണാൻ എനിക്ക് കഴിയുന്നില്ല. ഇല്ലാത്തതിനെ കുറിച്ച് കുറ്റം വിധിക്കുകയാണ്, മുറുമുറുക്കുകയാണ്, പിറുപിറുക്കുകയാണ്. ഓ ദൈവമേ, ദൈവമേ, അങ്ങ് ഇന്ന് വരെ ചെയ്ത നന്മയൊന്ന് മനസ്സിലാക്കാൻ, അതിനെ ഓർത്ത് സന്തോഷിക്കാൻ, ഹൃദയം നിറഞ്ഞ നന്ദി പറയാൻ അതിനുള്ള കഴിവെല്ലാം നഷ്ടപ്പെടുത്തി ഇന്ന് ഞാൻ മുറുമുറുത്തും പിറുപിറുത്തും ഇരിക്കുകയാണ്. ഇത്രയും കാലം ദൈവത്തെ സേവിച്ചു, ഇത്രയും കാലം ദൈവ വഴികളോട് നടന്നു, ഇത്രയും കാലം പ്രാർത്ഥിച്ചു, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. ഇങ്ങനെയുള്ള ഇച്ഛാഭംഗത്തിൻ്റെയും മുറുമുറുപ്പിൻ്റെയും പിറുപിറുപ്പിൻ്റെയും ദൈവത്തോട് മല്ലടിക്കുന്നതിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും വിമത സ്വഭാവത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും എല്ലാ സ്വഭാവങ്ങളും ഈ നിമിഷം ഞാൻ ഓർമ്മിക്കുകയാണ്. എന്നോട് കരുണ തോന്നണമേ കർത്താവേ. കണ്ണടച്ച് കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. കരഞ്ഞു പ്രാർത്ഥിക്കുവാ യേശുവേ, കണ്ണു നീരേകണേ. യേശുവേ, യേശുവേ, കരഞ്ഞു പ്രാർത്ഥിക്കുവാ യേശുവേ, കണ്ണു നീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കുവാ യേശുവേ, ഉള്ളം തുറന്നിടണേ. എനിക്ക് പ്രാർത്ഥിക്കണം കർത്താവേ, എന്നെ അനുഗ്രഹിക്കണം. നിറഞ്ഞു പ്രാർത്ഥിക്കുവാ യേശുവേ, ഉള്ളം തുറന്നിടണേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാ സ്പർശിക്കണമേ കർത്താവേ, തൊടണമേ കർത്താവേ. കണ്ണു നീരേകണേ, കണ്ണു നീരേകണേ. ദൈവമേ, ഒന്നിനു പിറകെ ഒന്നായി ദൈവവചനങ്ങൾ ലംഘിച്ചു. ജ്ഞാനത്തിന്റെ പുസ്തകം 14:22 പഠിപ്പിക്കുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിച്ചു. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-ാം തിരുലിഖിതം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ. ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ അറിഞ്ഞും അറിയാതെയും അങ്ങയുടെ വചനങ്ങൾ വിട്ട് പാപവഴികളിലൂടെ നടന്നു നീങ്ങി ഓരോ പാപത്തെ ഓർത്ത് അനുദപിക്കുകയാണ് കർത്താവേ. ഒരുപാട് തിന്മകൾ, അകൃത്യങ്ങൾ, അന്ധകാരത്തിന്റെ പ്രവർത്തികൾ, അനുസരണക്കേട്, പ്രാർത്ഥനയില്ലായ്മ, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ്, എതിർചിന്തകൾ, മല്ലടിക്കുന്ന പ്രകൃതം, ഓരോന്നിനെ ഓർത്ത് അനുദപിക്കുന്നു കർത്താവേ. എൻ പാപശാപഭാണ്ഡം യേശുവേ, ഇന്നു താങ്ങുവാനാകുന്നില്ല. എൻ പാപശാപഭാണ്ഡം യേശുവേ, ഇന്ന് താങ്ങുവാനാകുന്നില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അസ്ഥികൾ പോലും ക്ഷയിച്ചു പോയി, പിതാവേ, ജീവിതമാകെ തകർന്നു പോയി. അസ്ഥികൾ പോലും ക്ഷയിച്ചു പോയി, ജീവിതമാകെ തകർന്നു പോയി. രണ്ട് കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തി ഉറക്കെ യേശുവിനെ വിളിക്കുന്നു. യേശുവേ, മനസ്സ് തുറന്ന് ഉറക്കെ വിളിക്കുന്നു. യേശുവേ, സ്പർശിക്കണമേ കർത്താവേ, സ്പർശിക്കണമേ. ഹൃദയത്തിന്റെ
ദൈവജനത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, ആത്മാവിന്റെ ചങ്ങലകൾ മുറിയട്ടെ, അന്ധകാര കോട്ടകൾ തകരട്ടെ, ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ, സാത്താന്റെ കുതന്ത്രങ്ങൾ തകരട്ടെ, ദൈവജനത്തിൽ അഭിഷേകം വ്യാപരിക്കട്ടെ, വിശുദ്ധിയിൽ അഭിഷേകം വ്യാപരിക്കട്ടെ. ഈശോ അനേകരെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. കഠിനമായ നിരീശ്വര ചിന്തയുടെയും യുക്തിവാദത്തിന്റെയും ബന്ധനത്തിൽ കടന്നിരുന്ന നിരവധി വ്യക്തികളെ കർത്താവ് വിടുവിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് ചേരാൻ പറ്റാതെ ബന്ധനത്തിൽ കിടക്കുന്നവരെ കർത്താവ് വിടുവിക്കുന്നതായി വെളിപ്പെടുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. കണ്ണടച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. സിയോനിൽ വാഴുന്ന ദൈവം, അവൻ മർത്യനെ കാക്കുന്ന ദൈവം, വഴിയും സത്യവും ജീവനും ആകുന്ന ദൈവം. സിയോനിൽ വാഴുന്ന ദൈവം, അവൻ മർത്യനെ കാക്കുന്ന ദൈവം, വഴിയും സത്യവും ജീവനും ആകുന്ന ദൈവം. ഒരേ ഒരു ദൈവം, സിയോനിൽ വാഴുന്ന ദൈവം, ഒരേ ഒരു ദൈവം, നിന്നിൽ വസിക്കുന്ന ദൈവം. ആ നല്ല ദൈവത്തിൻ തിരുമുൻപിൽ പാടാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നല്ല ദൈവത്തിൻ തിരുമുൻപിൽ പാടാം ഹല്ലേലൂയ, ഹല്ലേലൂയ.